ഉണക്കക്കൊഞ്ചും മാങ്ങയും കൂടി വെക്കുന്ന ഈ കൊഞ്ചും മാങ്ങ എന്ന് പറയുന്ന ഈ ഒരു വിഭവം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? എന്നാൽ ഒരു വട്ടെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോവാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണക്കക്കൊഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുന്നേ ഒരു 100 ഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ തലയും വാലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് വറുത്തെടുക്കാം. വറുത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചുവപ്പ് നിറമൊന്നും ആവണ്ട. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടാക്കി എടുത്താൽ മതിയാവും. ഇപ്പോൾ നന്നായിട്ട് തന്നെ ചൂട് കയറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് വേണ്ട ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 10-12 അല്ലി ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ട പച്ചമുളകും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അധികം പുളിയില്ലാത്ത ഒരു പച്ചമാങ്ങ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മുരിങ്ങയ്ക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് അതിനെ നെടുകെ ഒന്നിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിനായിട്ടൊരു ജാറിലോട്ട് 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് വേണ്ട ഉപ്പും കൂടി സമയത്ത് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി. ഈ ഉലുവാപ്പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇതിലോട്ട് 2-3 അല്ലി ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കാം. ഒരുപാട് അരഞ്ഞു പോവരുത്. ഇനി ഈ അരപ്പ് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ ആ ജാറ് കഴുകിയിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പൊക്കെ ഉണ്ടാവും. എന്നിട്ട് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അടുപ്പിൽ വെക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. നമ്മൾ ആദ്യം വെള്ളം ചേർക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പോളം വെള്ളം തന്നെ ചേർക്കേണ്ടി വരും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇങ്ങനെ അടപ്പ് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ആ സമയത്ത് തന്നെ പാകത്തിന് വേണ്ട ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് നോക്കി കൊടുക്കാം. മുരിങ്ങയ്ക്കൊക്കെ ഒന്നുകൂടി വെന്ത് കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ചും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ലാസ്റ്റായിട്ട് ചേർക്കുന്നത് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ്. ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഞ്ചും മാങ്ങയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു വിഭവത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ ചെട്ടിക്കുളങ്ങര ഭരണി ഉത്സവ ദിവസം ആ ഭാഗത്തുള്ള മിക്ക വീടുകളിലും ഈ ഒരു വിഭവം ഉണ്ടാക്കും. അപ്പോൾ ഇത് അറിയപ്പെടുന്നത് തന്നെ ചെട്ടിക്കുളങ്ങര ഭരണി സ്പെഷ്യൽ കൊഞ്ചും മാങ്ങയെന്നാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്